കർക്കിടകത്തിൽ നമ്മുടെ വീടുകളിൽ മരുന്ന് കഞ്ഞി, ഉലുവ കഞ്ഞിയൊക്കെ വെക്കാറുണ്ട്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉലുവ കഞ്ഞിയും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും. അതാണ് ഇന്നത്തെ റെസിപ്പി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ചോറ് വെക്കണ മട്ടയരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞവരരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി വേണ്ടത് മുതിരയാണ്. 1/2 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വേണം. 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 1 മുതൽ 4 ടേബിൾ സ്പൂൺ ഉലുവ വരെ ചേർക്കാം. ഉലുവ കൂടുതൽ ചേർക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ കഞ്ഞിക്ക് കയ്പും കൂടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവ മാത്രം എടുത്തത്. മുതിരയും ഉലുവയും 7-8 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഇപ്പം ഞാൻ രാത്രിയിലാണ് സോക്ക് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചത്. രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുതിർത്തെടുത്ത മുതിര ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് മുതിര ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുതിരയ്ക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ മുതിര ആദ്യം തന്നെ വേവിച്ചെടുക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് 7-8 വിസിൽ വരണ വരെയാണ് മുതിര വേവിച്ചെടുത്തത്. ഞാനിവിടെ 4.5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിന്റെ വലുപ്പം അനുസരിച്ചിട്ട് മുതിരയൊക്കെ വേവാനുള്ള സമയത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച മട്ടയരിയും കുതിർത്ത് വെച്ച ഉലുവയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മട്ടയരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മുതിരയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഉലുവ ആ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടി തന്നെയാണ് ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും മട്ടയരിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വെക്കണം. കുക്കറിന്റെ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 4 വിസിലാണ് ഞാനിവിടെ വരുത്തിയെടുത്തത്. ഇപ്പോൾ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ചോറൊക്കെ വെന്തോന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചോറും മുതിരയും ഉലുവയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ 1-2 വിസിലും കൂടി കൂടുതൽ വരുത്തി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ തേങ്ങാ പാലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 2 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരക്കരുത്, ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. ഇനി ഇങ്ങനെ അരച്ചെടുത്തത് അങ്ങനെ തന്നെ നമുക്ക് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിന്റെ പാല് പിഴിഞ്ഞിട്ട് അതും കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ പാല് പിഴിഞ്ഞ് അതാണ് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 1-ാം പാലും 2-ാം പാലും കഞ്ഞിയിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ഞി അടുപ്പത്തോട്ട് വെച്ചു. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു കഞ്ഞി രൂപത്തിലാണല്ലോ വേണ്ടത്, ഇത് ഉലുവ കഞ്ഞിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു തള വന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു തള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. നെയ്യ് ഉരുകി വന്ന സമയത്ത് അതിലോട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 10 ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഈ ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി വഴന്ന് അതിൻ്റെ കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി മൂപ്പിച്ചതും കൂടി കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇനി ഒരു ചുവന്നുള്ളി 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഈ ഉലുവ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.